Hello friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷൻ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കുറച്ച് സിൽക്കി കോട്ട സാരീസ് ആണ്. അത് ഡെയിലി വെയർ സാരീസ് ആയിരുന്നു, പാർട്ടി വെയർ അല്ല, ഡെയിലി വെയറിലായിട്ടുള്ള ബഡ്ജറ്റഡ് സാരീസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കാണിച്ചത്. അപ്പോൾ അത് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ മേളിൽ കാർഡിൽ ലിങ്ക് വരുന്നതായിരിക്കും, അതിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് 3 ചന്തേരി സിൽക്ക് സാരീസ് ആണ്. ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ആണ് മൂന്നും. ബ്ലൗസ് പീസിലും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ സാരി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പാർട്ടി വെയർ പോലെ, ഒത്തിരി ഹെവി വർക്ക്സ് അല്ല, എന്നാലും അതൊരു അത്യാവശ്യം ഒരു കുഞ്ഞു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള വർക്ക്സ് ഒക്കെ ഉള്ള ഒരു സാരിയാണ്. അപ്പൊ ഒത്തിരി റേറ്റ് വരുന്ന സാരീസും അല്ല, ബഡ്ജറ്റിൽ തന്നെ വരുന്ന സാരീസും ആണ്. എന്നാൽ ഹെവി അത്യാവശ്യം നല്ലോണം തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുമുണ്ട്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ ആദ്യത്തെ സാരി തന്നെ ഒരു നേവി ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഇച്ചിരി ഹെവി എന്ന് വെച്ചാൽ ഒരു വലിയ ഡിസൈൻ ആണ് അതിൻ്റെ അകത്ത് ചെസ്റ്റ് പോർഷനിലും മുന്താണിയിലും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ചന്തേരി സിൽക്കിലെ സാരി. ഇങ്ങനെയാണ് ഇതിന്റെ ബോർഡർ, മുന്താണി വരുന്നത്. മുന്താണിയുടെ ഒരു സൈഡാണ് ഇത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്രഞ്ച് നോട്ടും ലേസി ഡേസിയും ലീവ്സ് ഒക്കെ സ്റ്റെം സ്റ്റിച്ചും ലീവ്സ് ഇവിടെ ഫ്ലൈ സ്റ്റിച്ചാണ് ഈ ലീവ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇച്ചിരി അകത്തിയാണ്, അടുപ്പിച്ചല്ല തയ്ച്ചിരിക്കുന്നത്, അകത്തിയാണ് ഫ്ലൈ സ്റ്റിച്ച് തയ്ച്ചിരിക്കുന്നത്. ഇത് ഹാഫ് ലീഫായിട്ട് തയ്ച്ചിരിക്കുന്നത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫ്ലവറിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ ഒരു ബഞ്ചിൻ്റെ അകത്ത് 2 കളർ ഷെയ്ഡ്സ് ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ഒരു ഡാർക്ക്, കുറച്ചും കൂടെ ബ്രൈറ്റ് കളർ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡും അതിൻ്റെ തന്നെ ലൈറ്റർ ഷെയ്ഡ് പിങ്ക് ത്രെഡും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ടും ഒറ്റ ത്രെഡ് അല്ല, ഡബിൾ ഷെയ്ഡ് ആങ്കർ ത്രെഡ് അല്ല, രണ്ടും 2 ഷെയ്ഡിലത്തെ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ നമ്മൾ അഴിച്ചിടുവാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ഡിസൈൻ ഉണ്ട്. അവിടെ മുന്താണിയിലെ മെയിൻ കാണുന്ന സൈഡിലേക്കാളും ഒരു ഫ്ലവർ കുറവായിട്ടാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ തയ്ച്ചിരിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു വ്യത്യാസമുള്ളത്. അപ്പൊ ഈ സൈഡിൽ നമുക്ക് ഇവിടെ മേളിലൊരു ഫ്ലവറും കൂടെ ഉണ്ട്. ആ ഒരു ഫ്ലവർ ഇപ്പുറത്തെ സൈഡിൽ വരുന്നില്ല. അപ്പൊ അഴിച്ചിടുമ്പോൾ കാണാനും ഉണ്ട്, ഒത്തിരി നല്ല മുഴുത്ത ഡിസൈൻ ആണ്. അഴിച്ചിടുമ്പോഴും കാണാനുണ്ട്, ഞെറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ആണെങ്കിലും നല്ലോണം ഉണ്ട്. ഇനി റണ്ണിങ് പോർഷനിലൊന്നും ഡിസൈൻ വരുന്നില്ല. ഇനി വരുന്നത് ഫ്രണ്ടിലാണ്, ഷോൾഡർ പോർഷനിലാണ്. ഇതുവരെ തന്നെ ഒരു വലിയ ഡിസൈൻ ആണ് ഷോൾഡർ പോർഷനിൽ വരുന്നത്. ഇവിടെ നല്ലോണം മുഴുത്തൊരു ഡിസൈൻ ആണ്. അപ്പൊ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ കാണാൻ നല്ലോണം ഉണ്ട്. കളർ കോമ്പിനേഷനും എല്ലാം കൊണ്ടും നല്ല തെറിച്ച് നിന്നോളും. ആക്സസറീസും അതനുസരിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഫ്രഞ്ച് നോട്ടും ലേസി ഡേസിയും ഫ്ലൈ സ്റ്റിച്ചും എല്ലാം കൂടി നല്ലൊരു പാറ്റേൺ ആണ്. ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് ഷോൾഡർ പോർഷനിൽ വന്നിരിക്കുന്നത് ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ. പിന്നെ താഴത്തോട്ട് നമ്മൾ വളഞ്ഞു വരുന്ന ആ ഒരു പോർഷനിൽ പിന്നെ കുഞ്ഞു മോട്ടീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പം നമ്മുടെ റണ്ണിങ് ഇപ്പോൾ താഴത്തോട്ട് പോകുന്ന പോർഷനിൽ ഇങ്ങനെ ഒരു കുഞ്ഞു ഫ്രഞ്ച് നോട്ട് മാത്രമായിട്ടുള്ള ഒരു ഡിസൈനിങ്. ഇത് താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ പ്ലീറ്റ്സിനൊക്കെ മുമ്പായിട്ട് താഴെ കാലിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഡിസൈനിങ്. അങ്ങനെ പ്ലീറ്റ്സിലും ഒരു ഡിസൈൻ, 2-3 ഡിസൈൻ ഉണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുവരെ ഡിസൈനിങ് വരുന്നുണ്ട്. ഇതാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുവരെ ഡിസൈൻ വരുന്നുണ്ട്. പ്ലീറ്റ്സിൽ 2 ഡിസൈൻ ആണ് വരുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിലാണ് ഡിസൈനിങ് വരുന്നത്. ഇങ്ങനെയാണ് കാലിൻ്റെ താഴേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ഡിസൈൻസ് ഫ്രണ്ടിലത്തെ ഷോൾഡർ പോർഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സ്മോൾ ഡിസൈൻസ് 6 എണ്ണമാണ് ബാക്കി സാരിയിൽ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും താഴെ പ്ലീറ്റ്സിലും എല്ലാം കൂടിയിട്ട് 6 ഡിസൈനാണ് ഇതുപോലത്തെ വരുന്നത്. പിന്നെ സ്ലീവ്സിലാണ്. ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു വിത്ത് ബ്ലൗസ് പീസസ് ആണ്. അപ്പൊ സ്ലീവ്സിൽ വരുന്നത് ഇതുപോലെ ആയിരിക്കും ഫ്രഞ്ച് നോട്ട് വരുന്നത്. ഫ്രഞ്ച് നോട്ടിന്റെ 3 ഫ്ലവർ ആയിട്ട്, കുഞ്ഞു ഫ്ലവർ പീസ് ആയിട്ട് സ്ലീവിന്റെ അവിടെ 3 2 സ്ലീവ്സിലും വരുന്നുണ്ട്. ഇങ്ങനെ വിത്ത് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സാരി. അപ്പൊ ഈ ഒരു സാരി ഇന്ന് കാണിക്കുന്ന 3 സാരി റെഡി ഫോർ സെയിലാണ്. ഈ ഒരു സാരിയുടെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2250 ആണ്. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പൊ
വലിയ ഡിസൈൻ 3 മുന്താണിയിൽ 2 ഷോൾഡറിൽ 1 പിന്നെ 6 ഡിസൈൻസ് കുഞ്ഞു ഡിസൈൻസ് ആണ് 6 ഉള്ളത്. പിന്നെ സ്ലീവ്സിൽ ഇതുപോലത്തെ കുഞ്ഞു ഫ്രഞ്ച് നോട്ട് ഡിസൈനും. അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. മെറ്റീരിയൽ ചന്തേരി സിൽക്ക് ആണ്. അതിന്റെ റേറ്റ് 2250. അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്തത് ഒരു ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ ആണ്. യെല്ലോ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. അതും ചന്തേരി സിൽക്ക് ആണ്, വിത്ത് ബ്ലൗസ് പീസ് ആണ്. അതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്ക് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് സാരിയുടെ കളറ്. സാരിയുടെ മുന്താണി ഇങ്ങനെയാണ് വരുന്നത്. മുന്താണിയിലെ ആപ്ലിക്യൂ വർക്ക് സ്ട്രോബെറി ആണ്. ഇതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെൽവെറ്റ്, റെഡ് വെൽവെറ്റ് ക്ലോത്ത് ആണ്. അപ്പം ഒരിക്കലും അതിന്റെ കളർ ഇളകുവോ അങ്ങനെ ഫെയ്ഡ് ആവുമോ ആ ഒരു പ്രോബ്ലം ഉണ്ടാവത്തില്ല. ഈ പൈപ്പിംഗ് സൈഡിൽ കൂടെ ഈ പൈപ്പിംഗ് വെച്ചേക്കുന്നതും റെഡ് വെൽവെറ്റ് വെച്ചിട്ടാണ് പൈപ്പിംഗ്. ഫുൾ സാരിയുടെയും പൈപ്പിംഗ് 5.5 മീറ്ററും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ് വരുന്നത്. ഈ സ്ട്രോബെറീസിന്റെ ഉള്ളിൽ ഫ്രഞ്ച് നോട്ട് ആണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ ആങ്കർ ത്രെഡ് വെച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രോബെറീസിന്റെ ഇതൊക്കെ സാറ്റിൻ സ്റ്റിച്ച് പോലെ തയ്ച്ചിട്ടുണ്ട്. സ്റ്റെം സ്റ്റിച്ച്, ഇവിടെ സാറ്റിൻ സ്റ്റിച്ച്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്, റണ്ണിങ് സ്റ്റിച്ച് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതൊരു അത്യാവശ്യം വലിയൊരു പാറ്റേൺ ആണ് മുന്താണി കൊടുത്തേക്കുന്നത്. ആ സെയിം പാറ്റേൺ തന്നെ ഇപ്പുറത്തെ സൈഡിലും മുന്താണിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുന്താണിയുടെ 2 സൈഡിലും ഹെവി വർക്ക് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടില് നമ്മുടെ ഷോൾഡർ പോർഷനിൽ, റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 2 സ്ട്രോബെറി ആയിട്ടുള്ള ഒരു കുഞ്ഞു ഡിസൈൻ റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിലാണ്, ഷോൾഡറിലാണ് വരുന്നത്. ഷോൾഡറിലാകുമ്പോൾ നമ്മൾ മേളിൽ നിന്ന് താഴത്തോട്ടായിട്ട് സ്ട്രോബെറി നിൽക്കുന്ന മാതിരി ഈ സെയിം മുന്താണി കണ്ട സെയിം ഡിസൈൻ തന്നെയാണ്. ഒരെണ്ണേ ഉള്ളൂ ഫ്രണ്ടിൽ. ഇത് ഓരോരു പാറ്റേൺ ആണ് ഫ്രണ്ടിൽ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് പോണ പോർഷനിൽ ബാക്കിൽ കാലിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഈ ഓരോ 2 സ്ട്രോബെറി പാറ്റേൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് പുറകിൽ വരുന്ന, വളഞ്ഞ് പുറകിലോട്ട് വരുന്ന പോർഷൻ സൈഡിലാണ് ഈ ഒരു സ്ട്രോബെറി പാറ്റേൺ വരുന്നത്. പിന്നെ കാലിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന പോർഷനിൽ ഇവിടെ, പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുണ്ട്. അങ്ങനെ 4 കുഞ്ഞ് ആപ്ലിക്യൂ വർക്ക്സ് ആണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത്. 4 ഇതുപോലത്തെ കുഞ്ഞ് ആപ്ലിക്യൂ വർക്ക്സും 3 വലിയ ആപ്ലിക്യൂ വർക്ക് പാറ്റേണും ആണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. ഫുൾ സാരിയിലും ഇതുപോലെ വെൽവെറ്റ് കളർ തുണി കൊണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബ്ലൗസ് പീസ് ഇച്ചിരി ഗ്രാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലൗസ് പീസിൻ്റെ ബാക്ക് സൈഡ് നെക്ക്, അപ്പോൾ ഹൈ നെക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബോർഡ് നെക്കൊക്കെ തയ്ക്കുമ്പം ആണ് ഈ ഒരു പാറ്റേൺ. ഇതിൻ്റെ ബ്ലൗസ് അങ്ങനെ വേണം തയ്ക്കാൻ, എന്നാലാണ് ബാക്കിൽ അധികം ഡീപ്പ് നെക്ക് അല്ലാത്ത ബ്ലൗസ് ആയിരിക്കണം തയ്ക്കേണ്ടത്. അപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ഡിസൈനിങ് ആണ് വരുന്നത്. 2 സ്ട്രോബെറിയും സർക്കിളിൻ്റെ ഉള്ളിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അപ്പോൾ ബ്ലൗസ് പീസ് തയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ റെഡ് പൈപ്പിംഗ് കൊടുത്താൽ, ഇതിൻ്റെ അകത്ത് വെൽവെറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടില്ല ബ്ലൗസ് പീസിൽ. പക്ഷെ തയ്ക്കുമ്പോൾ നെക്കിലും അതുപോലെ തന്നെ സ്ലീവ്സിലും കുഞ്ഞു രീതിയിൽ, വെൽവെറ്റ് വേണ്ട, കുഞ്ഞു രീതിയിൽ ഒരു പൈപ്പിംഗ് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാം. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. അപ്പോൾ ഇതും 6.5 മീറ്ററിൻ്റെ സാരിയാണ്, വിത്ത് ബ്ലൗസ് പീസ്. 5.5 മീറ്റർ സാരി, 1 മീറ്റർ ബ്ലൗസ് പീസ്, 6.5 മീറ്ററിൻ്റെ ഇതിന്. ഇതും അവൈലബിൾ ആണ്, റെഡി ഫോർ സെയിലാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 2300 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 വലിയ ഡിസൈനും 4 കുഞ്ഞു ഡിസൈനും പിന്നെ ബ്ലൗസ് പീസിൽ ഒരു ഡിസൈനും, അങ്ങനെ 5 ഡിസൈനാണ് കുഞ്ഞതുള്ളത്. പിന്നെ വലിയത് 3 അങ്ങനെയാണ് ഈ സാരിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സാരി കണ്ടു നോക്കാം. അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനത്തെ സാരി ഒരു ടെർക്കോയ്സ് ബ്ലൂ കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡ് പിങ്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അത് പേൾ കോട്ടൺ ത്രെഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അത് തന്നെ പിങ്കിന്റെ 2 പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിസൈനിങ് ഒന്ന് കണ്ടു നോക്കാം. ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോസിറ്റി സ്റ്റിച്ചാണ്. നമ്മൾ റോസ് ഫ്ലവർ തയ്ക്കുന്ന, സ്പൈഡർ സ്റ്റിച്ച് തയ്ക്കുന്ന പോലെ 5 ലെഗ്സ് തയ്ച്ചിട്ട് പിന്നെ ചുറ്റിയെടുക്കുന്നതാണ് റോസിറ്റി സ്റ്റിച്ച് എന്ന് പറയുന്നത്. ആ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡ് ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് ആണ് പേൾ കോട്ടന്റെ. ഇത് വേറൊരു പിങ്കിന്റെ തന്നെ ബേബി പിങ്ക് കളർ ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് വൈറ്റ് ആണ് കൂടുതൽ, ബേബി പിങ്ക് കളർ കുറച്ച് ആയിട്ടുള്ളത്. അത് വേറൊരു ഡബിൾ ഷെയ്ഡ് ത്രെഡ് ആണ്. അപ്പൊ രണ്ടും 2 ത്രെഡ് ആട്ടോ, സെയിം ത്രെഡ് അല്ല.
അപ്പം ഇതിൻ്റെ അകത്ത് നടുക്ക് എന്നിട്ട് പേൾസും വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ഒത്തിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല. ഇതിൻ്റെ അകത്ത് ഗ്രീൻ കളർ ത്രെഡ്സും ഫെദർ സ്റ്റിച്ചും ഫാസ്റ്റ്. ഇതിൻ്റെ അകത്ത് ഫിഷ് ബോൺ ആണ് ലീവ്സ് തയ്ച്ചിരിക്കുന്നത്. പക്ഷെ അടുപ്പിച്ചല്ല തയ്ച്ചിരിക്കുന്നത്, കുറച്ച് അകത്തിയാണ് തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബഡ്സ് ഒക്കെ സാറ്റിൻ സ്റ്റിച്ച് പോലെ നമ്മൾ തയ്ച്ചിരിക്കുന്നതാണ് ബഡ്സ്. ഫ്രഞ്ച് നോട്ട്സും ഇതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഡിസൈനിങ്, മുന്താണിയുടെ ഒരു സൈഡിലത്തെ ഡിസൈനിങ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഭയങ്കര ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ അല്ല, വളരെ സെറ്റിൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുന്താണി ഇപ്പുറത്തെ സൈഡിലും ആ സെയിം ഡിസൈനിങ് വന്നിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിലും. അത് കഴിഞ്ഞിട്ട് സെൻറ്ററിലും ഒരു കുഞ്ഞു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അഴിച്ചിടുവാണെങ്കിൽ മുന്താണിയിൽ ഫുള്ളും ഡിസൈനിങ് നമുക്ക് കാണാവുന്നതാണ്. അത് ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ സാരിയുടെ റണ്ണിങ് പോർഷനിലും ഉണ്ട് കേട്ടോ. ഷോൾഡറിലോട്ട് പോകുന്ന റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ ഡിസൈനിങ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 15 ഇഞ്ചസോളം ഈ വർക്ക് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഇതൊരു 15 ഇഞ്ച് ഉണ്ട് ആ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. കുറേ ഫ്ലവേഴ്സും ബഡ്സും ഫ്രഞ്ച് നോട്ട്സും എല്ലാം കൂടി നല്ലൊരു ഭംഗിയിൽ തന്നെ ഫ്രണ്ടിൽ ഡിസൈനിങ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് തന്നെ ഇങ്ങനെ അകത്തേക്ക് സ്കാറ്റർ ചെയ്ത് തയ്ച്ചേക്കുന്നത്. കാരണം അടിയിൽ കൂടെ ഓരോ ഫ്രഞ്ച് നോട്ട് കഴിഞ്ഞ് നമുക്ക് നോട്ട് ഇടാൻ പറ്റില്ല അടിയിൽ. അതുകൊണ്ട് താഴത്തേക്കൂടെ വലിച്ചാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്, ഷോൾഡർ പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇതുപോലത്തെ കുഞ്ഞു ഫ്ലവേഴ്സ് 7 എണ്ണമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അഴിച്ചിടുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മേളിലായിട്ടും ഇതുപോലെ ആ സൈഡിൻ്റെ മേളിലായിട്ടും ഇതുപോലെ ഒരു കുഞ്ഞു ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്. അപ്പം അഴിച്ചിടുമ്പം 2 സൈഡിലും ഇതുപോലത്തെ ഡിസൈനിങ് ഉണ്ടാവും. അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ മുന്താണിയുടെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലത്തെ ഒരു സ്മോൾ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഈ ഷോൾഡർ കഴിഞ്ഞിട്ട് ഇതുപോലെ കുഞ്ഞു ഡിസൈൻസ് സ്കാറ്റർ ചെയ്ത് വരുന്നുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലൊക്കെ ഇതുപോലെ ഡിസൈനിങ് വരുന്നുണ്ട്. പ്ലീറ്റ്സിന്റെ ഉള്ളിലും ഡിസൈനിങ് വരുന്നുണ്ട്. ഒരു 18 to 20 ഇഞ്ചസ് ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ ഡിസൈനിങ് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ സാരിയിലെ കാലിന്റെ പോർഷനിലും പുറകിലൊക്കെ നമുക്ക് ഡിസൈനിങ് വരുന്നുണ്ട്. പിന്നെ ബ്ലൗസ് പീസ് ആണ് ഇതിന്റെ. ബ്ലൗസ് പീസിലും ഈ സെയിം ഡിസൈനിങ് ആണ് ബ്ലൗസ് പീസിൽ കൊടുത്തിരിക്കുന്നത്. കാണിച്ചു തരാം. ഇതുപോലെ ഒരു ഡിസൈനിങ് ആണ് ബ്ലൗസ് പീസിൽ വരുന്നത്. ഇങ്ങനെ സ്ലീവിന്റെ താഴെയായിട്ട് സെൻട്രലായിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒരു ഡിസൈനിങ് സ്ലീവിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഈ കളർ ഒരു ബ്ലൗസ് നമുക്ക് മേടിച്ചിടാം. സെയിം ചന്തേരി സിൽക്കോ അല്ലെങ്കിൽ സിൽക്കി കോട്ടയൊക്കെ ആയിട്ട് മേടിച്ചിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം ബ്ലൗസ് പീസ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം 2 രീതിയിൽ ഈ സാരി ഉടുക്കാവുന്നതാണ്. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പിങ്ക് വേണമെങ്കിൽ നമുക്ക് പ്രിന്റഡ് സിൽക്കിൻ്റെ ഒക്കെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സെയിം ടർക്കോയ്സ് ബ്ലൂവിൻ്റെ വിത്ത് ബ്ലൗസ് പീസ് ആണെങ്കിലും നമുക്ക് തയ്ച്ചിടാവുന്നതാണ്. 2 രീതിയിൽ ഇട്ടാൽ ഈ സാരി ഉടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ സാരിയും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 2250 ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ 3 സാരിയും റെഡി ഫോർ സെയിലാണ്. റേറ്റ് എല്ലാം താഴെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും വാട്സപ്പ് ചെയ്യാനുള്ള മൊബൈൽ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.